ബദർ എപ്പോഴും നമുക്കൊക്കെ ഒരു ആവേശം നൽകുന്ന ഒരു സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഏതാനും സഹാബികളും മാത്രം ചരിത്രത്തിൽ ഒരു നിർണായക അനർഘ നിമിഷത്തിൽ ഇസ്ലാമിൻ്റെ അതിജീവനത്തിന് വേണ്ടി, അതായത് ആ സമൂഹം, ആ ഒരു കൂട്ടം ഇല്ലാതായി പോയാൽ ഇസ്ലാമെ അതോടെ കുഴിച്ചു മൂടപ്പെടും എന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഏതാനും സഹാബികളും ബദറിൽ ഈമാൻ കൊണ്ട് പോരാടിയ, ആയുധങ്ങൾ കൊണ്ടല്ല ഈമാൻ കൊണ്ട് പോരാടിയ ഒരു അനുഭവത്തിൻ്റെ ചരിത്രത്തിലെ തുല്യതയില്ലാത്ത അനർഘ നിമിഷങ്ങളുടെ ഒരു കഥയാണ് ബദർ. നമുക്കറിയാമത്. എപ്പോഴും നമ്മൾ ചെറുപ്പകാലത്തിൽ തന്നെ നമ്മൾ ഈ ബദരീങ്ങളെക്കുറിച്ചും ബദർ കിസ്സപ്പാട്ടിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഓർമ്മയുണ്ട്. പിന്നെ ബദരീങ്ങളെക്കുറിച്ച് ബദർ കിസ്സപ്പാട്ട് 150 വർഷം മുമ്പ് മോയിൻകുട്ടി വൈദ്യർ രചിച്ച ബദർ കിസ്സപ്പാട്ടാണ് മലയാളത്തിൽ ഏറ്റവും ബൃഹത്തായ ബദറിൻ്റെ ഓരോ നിമിഷവും ഓരോ സന്ദർഭവും വളരെ മനോഹരമായി, ആലങ്കാരികമായി, വളരെ വർണ്ണിച്ചും പർവ്വതീകരിച്ചും അതിൻ്റെ വ്യക്തതയോടുകൂടെ എഴുതി അതിൻ്റെ എല്ലാ അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ഒരു രചന, ഒരു കാവ്യം എന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല. 150 വർഷം മുമ്പ് രചിക്കപ്പെട്ടതാണ് ബദർ കിസ്സപ്പാട്ട്. ഇപ്പോഴും മത്സരവേദികളിലും മറ്റുമൊക്കെ അതാണ് ഒന്നാം സ്ഥാനം നേടിയെടുക്കുന്നത്. അതിൻ്റെ ഭാഷ തമിഴും മലയാളവും അറബിയും എല്ലാം കൂടെ സംഗമിച്ച ഒരു ഭാഷാ വൈവിധ്യവും അതിലെ ചരിത്രവും അതിലെ ചടുലതയും സാഹിത്യവും ഒക്കെ ഉൾച്ചേർന്നുള്ള ഒരു സാഹിത്യ ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കിസ്സപ്പാട്ട്. ആദരണീയനായ മർഹൂമിൻ്റെ പിതാവ്, നമുക്കൊക്കെ അറിയാവുന്ന അബുമല്ലാക്ക പിതാവിൻ്റെ ഉപ്പാൻ്റെ ശേഖരത്തിൽ ഈ ഒരു ബദർ കിസ്സപ്പാട്ടിൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. പഴയ ആ ഒരു ചെമ്പിച്ച കളറുള്ള ബദർ കിസ്സപ്പാട്ട്. അപ്പം ഈ ബദർ കിസ്സപ്പാട്ടൊക്കെ ആലപിച്ച് കഥാപ്രസംഗത്തിനുമൊക്കെ പോയിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ബാപ്പയുടെ മരണശേഷവും ആ ഒരു ബദർ കിസ്സപ്പാട്ടിൻ്റെ ഒരു ഏട് ബാപ്പയുടെ പുസ്തക ശേഖരത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം കാലങ്ങൾക്ക് ശേഷം പിന്നെ ഞങ്ങൾ ദർസിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ഇവിടെ കോഴിക്കോട് നരിക്കുനി ഭാഗത്ത് ഒരു പുരാതനമായ ഒരു ദർസ് ഉണ്ടായിരുന്നു, അത്തിക്കോട് ദർസ്. അവിടെ ഒരു മൊല്ലാക്ക ഉണ്ടായിരുന്നു, ഒരു മൊയ്തീൻ മൊല്ലാക്ക. അദ്ദേഹം മരണപ്പെട്ടു പോയി. അല്ലാഹു തആല അവരുടെ ഖബറൊക്കെ പ്രകാശിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം ഇതിൽ അഗ്രഗണ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ ഒരു നീളം കൂടിയ ഒരു ബുക്ക് ബദർ കിസ്സപ്പാട്ടിൻ്റെ. അദ്ദേഹം കഥാപ്രസംഗത്തിനൊക്കെ പോയി ബദർ പാട്ട് പാടിയിരുന്ന ആളാണ്. അപ്പോൾ ദറസിൽ ഉസ്താദ് ഇല്ലാത്ത സമയങ്ങളിൽ, വെള്ളിയാഴ്ചകൾ, വ്യാഴാഴ്ച വൈകുന്നേരമൊക്കെ ഈ മൊയ്തീൻ മൊല്ലാക്ക പള്ളിയിൽ വരും. അങ്ങനെ ഈ ബദർ കിസ്സപ്പാട്ട് ഇങ്ങനെ പാടി അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു തരും. വളരെ മനോഹരമായ അദ്ദേഹത്തിൻ്റെ പാട്ടും ആവിഷ്കാരങ്ങളുമൊക്കെ ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്ന അത്ര മനോഹരമായിരുന്നു. അദ്ദേഹം വളരെ മനോഹരമായി അതിങ്ങനെ പാടി അവതരിപ്പിച്ച് അതിൽ ഞങ്ങളൊക്കെ ദർസിലെ മുത്തല്ലിമീങ്ങളൊക്കെ അതിങ്ങനെ സാഗൂതം കേട്ട് ബദറിൻ്റെ ആ ബദരീങ്ങളോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു പ്രതീതി, ഒരു ഫീലിംഗ് കിട്ടുമായിരുന്നു. അത്ര മനോഹരമായിരുന്നു. ആ ഗ്രന്ഥങ്ങളിൽ നിന്ന്, അന്നത്തെ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹൃദയസ്പൃക്കായ, ഹാർട്ട് ടച്ചിങ് ആയ 1-2 സംഭവങ്ങളാണ് ഈ സമയത്ത് നമുക്ക് ഓർത്തെടുക്കാനുള്ളത്. ഒരുപാട് സംഭവങ്ങൾ നമുക്കൊക്കെ അറിയാം. ബദർ കിസ്സപ്പാട്ട് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ എപ്പോഴും ഈ ബദർ കിസ്സപ്പാട്ടിൻ്റെ കഥാപ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു, റമദാനിലടക്കം. പക്ഷെ ഇപ്പോൾ അതൊക്കെ കുറ്റിയേറ്റുപോയി. പുതിയ തലമുറകൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ ബദർ അനുസ്മരണത്തിലൂടെ, ബദർ കിസ്സപ്പാട്ടിലൂടെ, ബദർ ദിനത്തിലൂടെ പുതിയ സന്ദേശങ്ങൾ, ബദരീങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതിൻ്റെ ചരിത്രങ്ങൾ, അവരുടെ ത്യാഗങ്ങളൊക്കെ നമ്മൾ നിലനിർത്തിക്കൊടുക്കൽ നമ്മുടെയൊക്കെ ബാധ്യതകൾ, നമ്മുടെ സംഘടനകളുടെ ബാധ്യതയാണ്, സമൂഹത്തിൻ്റെ ബാധ്യതയാണ്, മഹല്ല് കമ്മിറ്റികളുടെ ബാധ്യതയാണ്, കൂട്ടായ്മകളുടെ ബാധ്യതയാണ്. അത് നമ്മൾ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണം, വളരെ വിപുലമായും ബൃഹത്തായ രീതിയിൽ. ഒന്ന് മനസ്സിലേക്കൊക്കെ പതിഞ്ഞ 2 സംഭവങ്ങൾ ബദർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട. നമുക്കറിയാം, ബദർ യുദ്ധത്തിൽ അബൂ സുഫിയാനും കൂട്ടരും മക്കയിൽ നിന്ന് മുസ്ലിങ്ങളുടേതടക്കം സമ്പത്ത് കൊള്ളയടിച്ച് ഷാമിൽ കൊണ്ടുപോയി വിറ്റ് അതിൻ്റെ ലാഭവുമായി തിരിച്ചു വരുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും അവരെ പിടികൂടാൻ പോകുന്നതാണ് ബദറിൻ്റെ ചരിത്രത്തിൻ്റെ തുടക്കം. ഒക്കെ നമുക്കറിയാം.
അങ്ങനെ ബദറിൻ്റെ ഒരു യുദ്ധ സാഹചര്യം രൂപപ്പെടുന്നു. ആ യുദ്ധ സാഹചര്യത്തിൽ വളരെ തുലോം 313 മെലിഞ്ഞൊട്ടിയ, അന്ന് റമദാൻ നോമ്പ് നിർബന്ധമാക്കിയ മാസം, കഠിനമായ ചൂട്, പട്ടിണി, ആയുധമില്ലായ്മ, എല്ലാം കൊണ്ടും മുസ്ലിങ്ങൾ ആകെ വല്ലാതെ വിവശരാകുന്ന ഒരു സമയമാണ്. എത്ര കഠിനമായ പരീക്ഷണങ്ങളിലൂടെയാണ് അവർ യാത്ര ചെയ്തത് നമുക്കറിയാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളുമൊക്കെ ബദറിൽ തമ്പടിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശം നൽകുകയാണ്, പുറത്തുള്ളത് വലിയ സൈനിക സന്നാഹമാണ്. അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ്, ഇങ്ങനെയുള്ള ഒരുപാട് ഘടാഘടിയന്മാരാണ്. ഒരു ദിവസം 9ഉം 10ഉം ഒട്ടകങ്ങൾ അറുത്താണ് അവർ ഭക്ഷിക്കുന്നത്. അവർക്ക് വേണ്ടുവോളം വെള്ളമുണ്ട്, അവർക്ക് ആരോഗ്യമുണ്ട്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത റസൂലുള്ളാഹി പറയാ, നമുക്ക് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും ഈമാനിക അർപ്പണവും മാത്രമാണ് നമ്മുടെ കൈമുതൽ. അതുകൊണ്ട് ആരും നിരാശപ്പെടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഉത്ബോധനം നടത്തി. സഫുകൾ ഇങ്ങനെ നിരനിരയായി റസൂലുള്ളാഹിന്റെ കയ്യിലുള്ള ഒരു വടി കൊണ്ട് സഫുകളെ ഇങ്ങനെ ശരിയാക്കി കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം, ആ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ, ഒരു പ്രണയത്തിൻ്റെ കഥയാണ്. ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു ആ നിരയിൽ ഇങ്ങനെ ഒന്ന് തള്ളി നിന്നു, ഒന്ന് തെറിച്ചു നിന്നു. അപ്പോൾ ഒരു ഭാഗത്തേക്കൂടെ അങ്ങനെ റസൂലുള്ളാഹി സഫ് നേരെയാക്കുമ്പോൾ ആ വടി കൊണ്ട് സവാദിനെ ഒന്ന് ശരിയാക്കി ഒന്ന് അടിച്ചു. സവാദ് ആ സഫിൽ നിന്നിങ്ങനെ ശരിയായി. മറുഭാഗത്തുകൂടെ വന്നപ്പോഴും സവാദ് എന്ത് ചെയ്തു? തൻ്റെ ഭാഗം ഒന്ന് തള്ളി, മനഃപൂർവ്വം തള്ളി. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വടി കൊണ്ടൊന്ന് അടിച്ചു. ഇതെല്ലാം കഴിഞ്ഞു, രംഗം ശാന്തമായി, എല്ലാവരും സഫായി നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, നമ്മൾ ബദർ പോവാണ്. എല്ലാം ചിലപ്പോൾ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയും നമുക്കില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് പൊരുത്തപ്പെടാനുള്ളതെല്ലാം പൊരുത്തപ്പെട്ട് നമ്മൾ ദീനിൻ്റെ മാർഗത്തിലേക്ക് പോവുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഹിസാബോ എന്തെങ്കിലും പകരം ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞു തീർക്കണം, ഇപ്പം ചെയ്തു തീർക്കണം എന്ന് പറയും. ആ സമയത്ത് എല്ലാവരും എല്ലാം മറന്നും പുറത്തും ശാന്തരായി നിൽക്കുന്ന സമയത്താണ് സവാദ് റളിയല്ലാഹു അൻഹു കൈവക്കുന്നത്. നബിയെ, എനിക്കൊരാളോട് മറുപടി ചോദിക്കാനുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, എന്താണ്? ആരോടാണ്? അങ്ങയോടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താണ് സവാദേ നിന്റെ പ്രശ്നം? സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, സഫ് അങ്ങ് നേരെയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങയുടെ വടി എൻ്റെ ശരീരത്തിൽ തട്ടി എനിക്ക് വേദനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങയോട് പകരം വീട്ടണം എന്ന് പറഞ്ഞു. സവാദ് റളിയല്ലാഹു അൻഹു പറയാൻ, നബിയെ, അങ്ങ് റഹ്മത്തായിട്ടാണ് ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലേ? അങ്ങ് റഹ്മത്തായിട്ടാണ് ലോകത്ത് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. കാരുണ്യമാണ് അങ്ങ് ജനങ്ങളോട് മൊത്തം കാണിച്ചത്. ഒരാളെയും വേദനിപ്പിക്കാനല്ലല്ലോ. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ ആ രംഗം ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. ഉരത്ത് യാ മൗലൽ ഉറൂബ ഉശരിയങ്ങൾ യാ ഹബീബ ഉദിമെങ്കും തോബ തോബ യാ റസൂലല്ലാഹ്. മനോഹരമായ പാട്ടിലൂടെ മോയിൻകുട്ടി വൈദ്യര് ആ രംഗം അവതരിപ്പിക്കുകയാണ്. നബിയെ, അങ്ങനെ വേദനിപ്പിച്ചു, അതുകൊണ്ട് അങ്ങയോട് എനിക്ക് പ്രതികാരം തീർക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളൊക്കെ ഇങ്ങനെ മിഴിച്ചു നിൽക്കുകയാണ്, എന്താ സവാദേ നീ പറയുന്നത്? പക്ഷേ സവാദ് ഒരിക്കലും പിന്നോട്ടില്ല. സവാദിന് പ്രതികാരം ചോദിച്ചേ ചെയ്തേ അടങ്ങൂ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയൊക്കെ ശാന്തരാക്കി. നിങ്ങളാരും പ്രകോപിതരാവരുത്, സവാദ് അങ്ങനെ ചെയ്യട്ടെ. അപ്പം സവാദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികാരം ചെയ്യാൻ പറഞ്ഞു. സവാദ് റളിയല്ലാഹു അൻഹു ആ വടി നബി തങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി. എന്നിട്ട് സവാദ് വീണ്ടും പറയാണ്, നബിയെ, അങ്ങൻ്റെ ശരീരത്തിൽ തട്ടിയപ്പോൾ എൻ്റെ ശരീരത്തിൽ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നല്ലോ, കുപ്പായൊന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് അങ്ങും ശരീരത്തിൽ നിന്ന് കുപ്പായം മാറ്റണം. ഇതും കൂടി കേട്ടപ്പോൾ സഹാബികൾക്ക് ഇങ്ങനെ ചൊറിഞ്ഞു വന്നു. പക്ഷേ എപ്പോഴും റസൂലുള്ളാഹി അവരൊക്കെ ശാന്തരാക്കി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
തൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട പാവനമാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് ഖമീസ് ഇങ്ങനെ കയറ്റിക്കൊടുത്തു. ആ പ്രകാശവും ആ സന്തോഷവും എല്ലാം കൂടെ അങ്ങോട്ട് ചേർന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു കയ്യിൽ നിന്നുള്ള ആ വടി അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വാരിപ്പുണർന്ന് ആ വയറിലും നെറ്റിയിലും ഒക്കെ ഇങ്ങനെ ചുംബനം കൊണ്ട് പൊതിഞ്ഞ ഒരു രംഗം അവിടെ വിവരിക്കുന്നുണ്ട്. നെയ്നാർ നബി തോഹ ഖമീസൈ കേറ്റി. വളരെ മനോഹരമായ ഒരു അവതരണ അതിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവാദ് റളിയല്ലാഹു അൻഹു ആ മുച്ചൂടും ഇങ്ങനെ ചുംബിച്ച് ഒരു വണ്ട് പൂവിൽ നിന്ന് തേൻ നുകരുന്നത് പോലെ എന്നാണ് മൊയിൻകുട്ടി വൈദ്യര് അതിനെ അലങ്കരിക്കുന്നത്, അതിനെ വർണ്ണിക്കുന്നത്. അത്ര മനോഹരമായ രീതിയിൽ ഒരുപാട് നേരം സവാദ് റളിയല്ലാഹു അൻഹു കരഞ്ഞ് റസൂലുള്ളാഹിന്റെ ആ ശരീരത്തിൽ ഇങ്ങനെ അമർന്നു പോയ ആ ചരിത്രം. അത് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവാദിനോട് ചോദിച്ചു, സവാദെ, നീ എന്താ പ്രതികാരം ചോദിക്കാത്തത്, എന്നെ അടിക്കാത്തത് എന്ത്? അപ്പൊ സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അങ്ങേ അടിക്കുകയോ, അങ്ങേ അടിക്കണം എന്ന, അങ്ങയോട് പ്രതികാരം തീർക്കണം എന്ന ഒരു ഉദ്ദേശവും എനിക്കില്ല, സവാദിനില്ല. ഈ സവാദിന് 2 ലക്ഷ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, ഞാൻ ബദറിലേക്ക് പോവുകയാണ്, യുദ്ധത്തിന് പോവുകയാണ്, ഇനി ഒരിക്കലും തിരിച്ചു വരുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം ആഗ്രഹിച്ചിട്ടാണല്ലോ നമ്മൾ പോണത്. അതുകൊണ്ട് അവസാനമായി ഒടുക്കമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ആ മേനിയെ ഒന്ന് വാരിപ്പുണരണം എന്നൊരാഗ്രഹമാണ് എനിക്കുണ്ടായിരുന്നത്. രണ്ടാമത്തത്, ആ ശരീരം തൊട്ട് കഴിഞ്ഞാൽ, ആ ശരീരം ഒന്ന് ആലിംഗനം ചെയ്ത് കഴിഞ്ഞാൽ, ലോകത്തിൻ്റെ അനുഗ്രഹിയായ, ലോകത്തിൻ്റെ റഹ്മത്തായ അങ്ങയുടെ ശരീരം ഒന്ന് ആലിംഗനം ചെയ്ത് കഴിഞ്ഞാൽ, ആ ശരീരം എൻ്റെ ശരീരത്തിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ സവാദിൻ്റെ ശരീരം നരകം സ്പർശിക്കുകയില്ലല്ലോ എന്ന 2 ലക്ഷ്യങ്ങൾ മാത്രമാണ് ഈ സവാദിനുണ്ടായിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവാദിന് വേണ്ടി അള്ളാഹുവിനോട് 2 കൈയും നീട്ടി ദുആ ചെയ്തു എന്നാണ്. വളരെ മനോഹരമായ ചരിത്രം അവിടെ അവസാനിച്ചു. അതിനുശേഷം യുദ്ധരംഗത്തേക്ക് പോവുകയാണ്. ബദറിൽ ഹുദായാസീനൻ നബി ഖറജായ നേരം വളർക്കൊടി മൂണ്ടെണ്ണം കെട്ടിടയതിനുണ്ട് അബിയൽ വർണ്ണമതാം പിൻരണ്ടും അസ്വദുമാമേ. ആ യുദ്ധരംഗത്ത് ഇങ്ങനെ കൊടി കൊടുത്തതും യുദ്ധത്തിലേക്ക് പോകുന്നതും ഒക്കെ ഇങ്ങനെ മൊയിൻകുട്ടി വൈദ്യര് ആവിഷ്കരിക്കുന്നുണ്ട്. അങ്ങനെ യുദ്ധരംഗത്ത്, ഇനി നമ്മളൊരു യുദ്ധരംഗത്ത് എത്തുകയാണ്. വിശദീകരിക്കുന്ന ഒന്നുമില്ല, നമുക്ക് ഒരുപാട് അറിയാം. രണ്ടാമത്തെ ഒരു നിർണായകമായ ഘട്ടം, മഴ പെയ്തു, അവിടെ ഒരു ജലാശയം രൂപപ്പെട്ടു. ഹംസ റളിയല്ലാഹു അൻഹു ആ ജലാശയത്തിന് കാവൽ നിന്നു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അതിനുശേഷമാണ് മഴ പെയ്തത്. ആ മഴ മുസ്ലിങ്ങൾക്ക് അനുഗ്രഹമായി, ശത്രുക്കൾക്ക് വലിയ ശാപമായി തീർന്നു എന്നതൊക്കെയാണ്. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു അവിടെ നിലയുറപ്പിച്ചപ്പോൾ അസ്വദാണ് ശത്രുപക്ഷത്ത് നിന്ന് മുന്നോട്ട് വരുന്നത്. നമുക്കറിയാം, ആരടാ ശുജഅത്തുരത്തത് ഹൗദിൽ നിന്ന് കുടിപ്പതായി, ഞാനിരിക്കവെ ജിന്നു മിൻസിലും നാങ്കിദിക്കിലുമില്ല പോൽ. ഹംസ റളിയല്ലാഹു അൻഹു വെല്ലുവിളിച്ചത്, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഈ ഹൗദ് കേടുവരുത്താനോ ഈ ഹൗദ് നശിപ്പിക്കാനോ ഒരാൾക്കും കഴിയില്ല. ജിന്നു മിൻസിലും, മനുഷ്യരിലും ജിന്നുകളിലും ആരുമില്ല, ആർക്കാ ധൈര്യം ഉണ്ടേ വന്നോളി. അപ്പം അസ്വദ് വന്നു. അസ്വദുമായിട്ട് ഘോരമായ സംഘടനകൾ ഉണ്ടായി. അസ്വദിനെ ഹംസ റളിയല്ലാഹു അൻഹു തകർത്ത് കളഞ്ഞു. അങ്ങനെ ശത്രുപക്ഷത്ത് നിന്ന് വന്ന ഏറ്റവും വലിയ ആയോധന കലയിൽ ധീരനായ ഒരു ശുജായിയെ ഹംസ റളിയല്ലാഹു അൻഹു നിഷ്പ്രയാസം വെട്ടി വീഴ്ത്തിയപ്പോൾ ശത്രുപാളയത്തിൽ അങ്കലാപ്പുണ്ടായി. അങ്ങനെ 3 പേര് പിന്നെ ശത്രുപാളയത്തിൽ നിന്ന് വരികയാണ്. പിന്നെ ഉത്ബത്ത്, ഷൈബത്ത്, വലീദ്, ഈ 3 പേര്. ഈ 3 പേര് വന്നിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കാൻ തുടങ്ങി, മുസ്ലിം സൈന്യത്തിൽ നിന്ന് ആരാണ് ഞങ്ങളോട് പടവെട്ടാനുള്ളത്? അങ്ങനെ 3 അൻസാരി സ്വഹാബികൾ, മദീനക്കാരായ 3 അൻസാരി സ്വഹാബികളാണ് ആദ്യം മുന്നോട്ട് വന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഏയ്, മദീനക്കാരെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് മദീനക്കാരെ ആവശ്യമില്ല. മക്കയിൽ നിന്ന്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഹിജ്റ വന്നവരുണ്ടല്ലോ, മുഹാജിറുകളുണ്ടല്ലോ, അവരെയാണ് നമുക്ക് ആവശ്യം. അവരിൽ ചുണയുള്ളവരുണ്ടെങ്കിൽ, ഞങ്ങളോട് എതിരിടാൻ കെൽപ്പുള്ളവരുണ്ടെങ്കിൽ ആരടാ, മുന്നോട്ട് വരുമോ? അപ്പോൾ ഈ മുന്നോട്ട് പോയ 3 അൻസാരി സ്വഹാബികളും തിരിച്ചു പോകും.
പിന്നെ അവരെ എതിർക്കാൻ ചെല്ലുന്നതൊന്ന് ഹംസ റളിയല്ലാഹു അൻഹു. മുഹാജിറണ്ട വാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംഹരാം, മുന്നിലെ ഉബൈദത്തും ബിൻ ഹംസയും വഹൈദറാം. മുഹാജിർ എന്ന വാക്കുകൾ കേട്ടപ്പോ ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉബൈദ് റളിയല്ലാഹു അൻഹു ധീര വിപ്ലവകാരികളാണ്, പുലികളാണ്, സിംഹങ്ങളാണ്. അവർ മുന്നോട്ട് വന്നു. അങ്ങനെ ഉത്ബത്ത് ഹംസ റളിയല്ലാഹു അൻഹുവുമായും ഷൈബത്ത് അലി റളിയല്ലാഹു അൻഹുമായും വലീദ് ഉബൈദ റളിയല്ലാഹു അൻഹുവുമായിട്ടും ധീരമായ പോരാട്ടം നടന്നു. ആ പോരാട്ടത്തിലാണ് ഉത്ബത്തിനെ എല്ലാം വമ്പുറ്റ ഹംസ റളിയല്ലാ ചാടി, അങ്ങനെയുള്ള പാട്ടുകൾ. അത് ബദർ പാട്ടല്ല, പക്ഷെ ആ ബദറിന്റെ ആ ഒരു രംഗം അതിഗംഭീരമായി വർണ്ണിക്കുന്ന ഒരു പാട്ടാണ്. ഹംസ റളിയല്ലാഹു അൻഹു ഉത്ബത്തുമായിട്ട് ധീരമായ പോരാട്ടം നടന്നു. ഉത്ബത്ത് കൊല്ലപ്പെട്ടു. പിന്നെ അലി റളിയല്ലാഹു അൻഹു ഷൈബത്തുമായി ധീരമായ പോരാട്ടം നടന്നു. ഷൈബത്തും കൊല്ലപ്പെട്ടു. ഇനി വലീദും ഉബൈദ റളിയല്ലാഹു അൻഹുമാണ് പോർക്കളത്തിൽ ബാക്കിയുള്ളത്. അവരിങ്ങനെ പോരാട്ടം ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിൽ വലീദിൻ്റെ ഒരു വെട്ടേറ്റു. ആ വെട്ട് താങ്ങാനാവാതെ ഉബൈദ റളിയല്ലാഹു അൻഹു താഴെ വീണു. ഉടനെ അലി റളിയല്ലാഹു അൻഹും ഹംസ റളിയല്ലാഹു അൻഹും വേഗം ചെന്ന് വലീദിനെ ശക്തമായി എതിരിടുകയും വകവരുത്തുകയും ചെയ്ത് വേഗം ഉബൈദ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന ടെന്റിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം ഷഹീദായിട്ടില്ല. കാല് മാരകമായി മുറിവ് പറ്റി. അദ്ദേഹം ഇങ്ങനെ മരണവിപ്രാളത്തിൽ ഇങ്ങനെ ആ വേദനയിൽ ഇങ്ങനെ കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മടിയിൽ തലവെച്ചുകൊണ്ട് ആ പോരാട്ട ഭൂമിയിൽ, അപ്പോഴേക്ക് ഈ 3 പേരും കൊല്ലപ്പെട്ടപ്പോൾ പിന്നെ ദ്വന്ദ്വയുദ്ധം ഒഴിവായി കൂട്ടയുദ്ധത്തിലേക്ക് മാറിയിട്ടുണ്ട്. ആകെ രൂക്ഷമായ പോരാട്ടമായി. പക്ഷെ ഈ ടെന്റിൽ അതാണ് നിർണായകമായ ഒരു സഹാബിയുടെ ഈമാനിൻ്റെ ഒരു മാധുര്യം, അല്ലെങ്കിൽ ഈമാനിൻ്റെ ഒരു തിളക്കം, ഒരു വജ്രത്തിളക്കം, ഉലയിൽ ഊതിക്കാച്ചിയാന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള ഈമാൻ. മഹാനായ ഉബൈദ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ കിടന്ന് ചോദിക്കുകയാണ്. ആ രംഗം മോയിൻകുട്ടി അവതരിപ്പിക്കുന്നുണ്ട്. പുകിന്താറിരു പേരും അതിശേണത്തിൽ പുകഴും ഹബീബുള്ള തിരുമുമ്പെത്തി, ഉഗന്തേ നബിയുള്ള ഡവർ ചൊല്ലവേ, ബെഞ്ചക്കാളം വിട്ട് പിരിന്തോനാണേ, വെളിവേർ ഷഹീദാമോ അന പൊന്മാനേ. ഉബൈദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മടിയിൽ കിടന്ന് ചോദിക്കുക, ബെഞ്ചക്കളം വിട്ട് പിരിന്തോനാണേ, വെളിവേർ ഷഹീദാമോ അന പൊന്മോനേ. നബിയെ, യുദ്ധക്കളത്തിൽ നിന്ന് ഈ ഉബൈദ് ഇങ്ങോട്ട് മാറ്റപ്പെട്ടിരിക്കുകയാണല്ലോ. ഞാൻ മരിച്ചാൽ, ഞാൻ കൊല്ലപ്പെട്ടാൽ എനിക്ക് ശുഹദായിൻ്റെ, ഷഹീദിൻ്റെ, ബദരീങ്ങളെ കൂലി കിട്ടുമോ? എന്നാലോചിച്ച് നോക്കൂ. മരണം ആസന്നമായി കിടക്കുന്ന സമയത്തും ആ സഹാബിയുടെ അഭിലാഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. റസൂലുള്ളാഹി അദ്ദേഹത്തിൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഉബൈദ്, ഒന്നും വിഷമിക്കേണ്ടതില്ല. നീ ബദറിൽ ഷഹീദായ അതേ പ്രതിഫലം തന്നെ നിനക്ക് കിട്ടും. നിനക്ക് ബദറിൽ പങ്കെടുത്തവരുടെ പ്രതിഫലം തന്നെ കിട്ടുമെന്ന് റസൂലുള്ളാഹി ആശ്വസിപ്പിക്കുന്നു. താമസിയാതെ ഉബൈദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നു, വഫാത്താകുന്നു. ഇതാണ് ബദറിൻ്റെ ചരിത്രത്തിലെ നിർണായകമായ 1-2 ഷോട്ടുകൾ. അത് മാത്രമേ ഈ സമയത്ത് ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ബദരീങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും പറയാനും ഒക്കെ നമുക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ടാവണം. അതിലേറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് യൂട്യൂബിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും, മോയിൻകുട്ടി വൈദ്യരുടെ ഈ പാട്ടും പറയലും. അത് ആ ബദർ കിസ്സ പാട്ടിനോളം ബദറിനെ അനുസ്മരിക്കുന്ന മറ്റൊരു ഗ്രന്ഥവും നമ്മുടെ മലയാളത്തിലില്ല. എല്ലാവരും പരമാവധി അത് ഉപയോഗപ്പെടുത്തണം എന്ന് ഈ സന്ദർഭത്തിൽ പറയുകയാണ്.